ഉദ്യോഗസ്ഥരെന്ന പരിചയപ്പെടുത്തി തട്ടിപ്പ്. രണ്ടംഗ സംഘത്തിലെ പ്രധാനി അറസ്റ്റിൽ. GST ഉദ്യോഗസ്ഥരെന്ന വ്യാജേന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണപ്പിരിവ് നടത്തിയ രണ്ടംഗ സംഘത്തിലെ പ്രധാനി എറണാകുളം കോടനാട് പോലീസിന്റെ പിടിയിൽ. GST വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭർത്താവിന് ചികിത്സയ്ക്കെന്ന് പറഞ്ഞായിരുന്നു വ്യാപാരികളിൽ നിന്ന് പണം തട്ടിയത്. കോടനാട് ചെട്ടിനട സ്വദേശി അനൂപാണ് അറസ്റ്റിലായത്. GST വകുപ്പിലെ ജീവനക്കാരനാണെന്ന് പറഞ്ഞാണ് കോടനാട്ടെ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ അനൂപും കൂട്ടാളികളും എത്തിയത്. സഹപ്രവർത്തകയായ ഉദ്യോഗസ്ഥ രണ്ടംഗ സംഘത്തിലെ പ്രധാനിയുടെ ഭർത്താവിന് അപകടം പറ്റിയെന്നും ചികിത്സയ്ക്ക് പണം വേണമെന്നും പറഞ്ഞായിരുന്നു കച്ചവടക്കാരെ സമീപിച്ചത്. കണ്ണൂരിൽ കെ സുധാകരനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡ്. KPCC മുൻ അധ്യക്ഷനും മുതിർന്ന നേതാവുമായ കെ സുധാകരനെ പിന്തുണച്ച് കണ്ണൂർ നഗരത്തിൽ വ്യാപക ഫ്ലെക്സ് ബോർഡുകൾ. കെ സുധാകരൻ തുടരും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. കെ സുധാകരന്റെ നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. അധികാരത്തിന്റെ തണലിലല്ല, പ്രവർത്തകരുടെ ഹൃദയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ സിംഹാസനം. ഭയത്തിന്റെ ഇരുളിൽ പ്രസ്ഥാനം തളരുമ്പോൾ ധൈര്യത്തിന്റെ വെളിച്ചമായി ഉദിച്ചുയർന്ന സൂര്യനാണ് കെ സുധാകരൻ. പ്രവർത്തകരുടെ ഹൃദയത്തിലാണ് കെ സുധാകരൻ. അധികാരത്തിന്റെ ചില്ലുമേടയിലല്ല എന്നാണ് ഫ്ലെക്സിലെ വാക്കുകൾ. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDFന്റെ പൊതുയുഗയാത്രയ്ക്ക് സ്വീകരണം അറിയിച്ചുകൊണ്ടുള്ള വിവരങ്ങളും ഫ്ലെക്സിലുണ്ട്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് തുടങ്ങിയ പൊതുയോഗയാത്രയിൽ നിന്ന് സുധാകരൻ ഇറങ്ങിപ്പോയതിന് തൊട്ടു പിന്നാലെയാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഒരിക്കൽ മാത്രം പോയി എന്ന് പറഞ്ഞത് ഓർമ്മപ്പിശക്. കടകംപള്ളി സുരേന്ദ്രൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള 2ാമത്തെ ചിത്രവും പുറത്തുവന്നതിന് പിന്നാലെ വിശദീകരണവുമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഒരിക്കൽ മാത്രം പോയി എന്ന് പറഞ്ഞത് ഓർമ്മപ്പിശകാണെന്നും പുറത്തു വന്ന ചിത്രം എപ്പോഴത്തേതാണ് എന്ന് ഓർക്കുന്നില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. 10 തവണ പോയാലും അത് തുറന്നു പറയാൻ മടിയില്ലെന്നും ഗൺമാന്മാരോട് ചോദിച്ചപ്പോൾ അവരും ഓർക്കുന്നില്ല എന്നാണ് പറഞ്ഞതെന്നും കടകംപള്ളി പറഞ്ഞു. അനധികൃത സ്പാകൾക്കെതിരെ പോലീസുമായി ചേർന്ന് നടപടിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ. സ്പാകളുടെ മറവിൽ ക്രോസ് മസാജിംഗ് വ്യാപകമായി നടക്കുന്നുവെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. ഒത്താശ ചെയ്യുന്ന ഡോക്ടർമാരെ കുറിച്ചുള്ള വിവരം മെഡിക്കൽ കൗൺസിലിനെ അറിയിക്കും. മാഫിയകളുമായി ചില പോലീസുകാർക്ക് സൗഹൃദമുണ്ടെന്ന വിവരവും ഉണ്ടെന്നും മേയർ പറഞ്ഞു. പയ്യന്നൂരിലെ ക്ഷേത്രത്തിൽ മോഷണം. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കങ്കോലിലെ ശിവക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ഭണ്ഡാരം തകർത്താണ് പണം കവർന്നത്. ക്ഷേത്ര പരിസരത്ത് ഭണ്ഡാരം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ അരയാൽ തറയിലായിരുന്നു ഭണ്ഡാരം സ്ഥാപിച്ചിരുന്നത്. ഭണ്ഡാരം അവിടെ നിന്ന് വിളക്കി മാറ്റുകയും പണം കവരുകയുമായിരുന്നു. പണം കവർന്ന ശേഷം ഭണ്ഡാരം ക്ഷേത്ര പരിസരത്ത് തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു.